ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഡേ 1 തന്നെയാണ്. ഡേ 1 എന്ന് വെച്ചാൽ എനിക്ക് മൊത്തമായിട്ട് ലോങ് വീഡിയോ ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റി ടൂറിൻ്റെ കൂടെ തന്നെ ചെറിയ ഒരു ഷോപ്പിംഗ് സ്റ്റോറിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, പക്ഷേ എല്ലാത്തിനും നല്ല വിലയാണ്. നമ്മൾ വീടിൻ്റെ ആധാരം വിൽക്കേണ്ടി വരും 2 സാധനം വാങ്ങിച്ച് വരുമ്പോഴത്തേക്കും, അത്രക്കും വിലയാണ് കേട്ടോ. അവിടെ ഈ കിറ്റ്കാറ്റിൻ്റെ പൗച്ചൊക്കെ ഉണ്ട്, നല്ല നല്ല ബാഗുകൾ ഒക്കെ ഉണ്ട് അവിടെ. സൊവനീയേഴ്സ്, കീ ചെയിൻസ്, ഇതേപോലെ ടൈസ് ഉള്ള, പിന്നെ എന്താ പറയുക, നല്ല വാട്ടർ ബോട്ടിൽസ് ഉണ്ട്, സിംഗപ്പൂർ പ്രിൻ്റായിട്ട്. പിന്നെ ഇതേപോലത്തെ ബാഗ്, അതായത് ഈ ബാഗ്, ചെറിയ ബാഗ് നിവർത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ സിംഗപ്പൂരിൻ്റെ തന്നെ ബാഗുകളുണ്ട്. അങ്ങനെ കുറേ നല്ല നല്ലത്. ഈ ബാഗൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സുവനീയേഴ്സ് ഉണ്ട്. ഈ ബാഗൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷെ നല്ല വിലയാണ് ഗൈസ്. ഇതിൻ്റെ വില കുറഞ്ഞതുണ്ടോ നോക്കിയപ്പോഴോ അതുമില്ല. അങ്ങനെ അതും അവിടെ ഇട്ടേച്ച് പോകേണ്ടി വന്നു. പിന്നെ നല്ല സ്യൂട്ട് കേസസ് ഉണ്ട്. പൈസ ഉള്ളവർ ഇവിടെ വരും, വാങ്ങിക്കും. പൈസ ഇല്ലാത്തവർ നമ്മളെപ്പോലെ നോക്കി നിൽക്കും. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെയാണ് ഗൈസ്. ആൻഡ് അവിടെ സൺഗ്ലാസ് എന്ന് കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്നതായിരുന്നു. പക്ഷേ ഗൈസ്, എല്ലാത്തിനും കത്തുന്ന വിലയാണ്. എന്നിട്ട് നമ്മുടെ കൂടെ ടൂർ മാനേജർ ഉണ്ടായിരുന്നേ, അപ്പോൾ ആൾ പറയുന്നുണ്ടായിരുന്നു ഇതിനേക്കാളും നല്ല സാധനം നമുക്ക് നാട്ടിൽ കിട്ടുമെന്ന്. അങ്ങനെ നമ്മൾ അതും കേട്ട് അവിടെ ഇങ്ങോട്ട് വന്നു. കണ്ടോ, അവിടെ നല്ല നല്ല ക്യൂട്ട് സ്റ്റഫ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് ഓരോ വില നോക്കുക, ഞെട്ടുക, പോരുക. ഓരോന്നിൻ്റെയും വില നോക്കുക, ഞെട്ടുക, പോരുക. ഇതന്നെയായിരുന്നു നമ്മുടെ കളി. ഇതാ കണ്ടോ, അവിടെ ഒരു സൺഗ്ലാസിൻ്റെ ഷോപ്പ് ഉണ്ടില്ലേ, ഇതാ കണ്ടോ, ഞങ്ങൾ ഓടിയിരുന്ന് കരിമ്പും കാട്ടിൽ ആന കയറിയ പോലെ. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഗൈസ് സത്യം മനസ്സിലാക്കുന്നത്. ഒന്നിന് തന്നെ 20,000, അതായത് നമ്മൾ ഇന്ത്യൻ മണി കേട്ടോ, $20,000 ഉണ്ട്. അങ്ങനെ നല്ല നല്ല എന്താ പറയുക, പ്ലഷി പോലത്തെ ഓരോ സാധനത്തിനെ കണ്ടു. ഇതൊക്കെ പീക്കാച്ചു പ്ലഷി മാത്രമല്ല, പ്ലഷി അവിടെയാണ് കേട്ടോ, ഇത് വേറെയാണ്. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മിനിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഷോപ്പ് കയറുമ്പോഴും നമുക്ക് ഒരു സ്റ്റിക്കർ കിട്ടും, ഇതേപോലെ ഒരു നമ്പർ ഉള്ളതോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഷോപ്പിൻ്റെ പേരായിട്ടുള്ളതോന്ന്. അപ്പോൾ അതായിരുന്നു ഞാൻ അവിടെ ഒട്ടിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ എടുത്ത് ഹോട്ടലിൽ കയറി ഗായ്സ്. ബസ്സിൽ നിന്ന് ലഗേജൊക്കെ എടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്റ്റിക്കേഴ്സൊക്കെ വേസ്റ്റ് ബിന്നിൻ്റെ അവിടെ ഇടാൻ പറയണത്. ഇവിടെ കുറച്ചും കൂടെ പ്ലാസ്റ്റിക്സൊക്കെ ഇങ്ങനെ ഒന്ന് എന്താ പറയുക, ബാലൻസ് ചെയ്ത് നടക്കുന്ന ആൾക്കാർ, അതുകൊണ്ട് തന്നെ അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ബൈ ദ ബേ ഓഫ് ഗാർഡനിൽ നമ്മൾ എത്തി കേട്ടോ. സത്യം പറയാലോ ഗൈസ്, ഈ നാട് അടിപൊളിയാണ്. ഇവിടെ എല്ലാവരും മസ്റ്റായിട്ട് ഒരു വട്ടെങ്കിലും വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരണം. അവിടെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ എന്തായാലും ഈ ഷോയും കാണണം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അന്ന് ദിവസം ഒരു മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വേറെയും കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മഴയൊന്ന് നിൽക്കുന്ന വരെ നമുക്ക് അതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അവിടെ ടൂലിപ്പ് ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയല്ല, കുറച്ചും കൂടി താഴത്ത് കേട്ടോ. പിന്നെയെന്ന് സിംഗപ്പൂരിനെ പറ്റി പറയാൻ എന്താ വെച്ചാൽ, ഇവിടെ എല്ലാവർക്കും കൃത്യ ടൈമുകളായിരിക്കും. എക്സാക്ട് ടൈമൊക്കെ ഭയങ്കര പെർഫെക്ഷനാണ് ടൈമിൻ്റെ കാര്യത്തിൽ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് പറഞ്ഞത് 1 മണിക്കൂറിൽ ഇത് തീർത്ത് 2 മണിക്കൂറിൽ അതും കൂടെ തീർത്ത് നമുക്ക് ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. അതേപോലെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ എനിക്ക് ഇത്രയ്ക്ക് ഹൈറ്റ്